ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞതോടെ സീസൺ 7നായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. പുതിയ സീസണിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അവതാരകനെ കുറിച്ച് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം തുടങ്ങിയ കാലം തൊട്ട് മോഹൻലാലാണ് ഷോയുടെ അവതാരകൻ. എന്നാൽ സീസൺ 6ന് ശേഷം മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് ഇനി മാറി നിന്നേക്കാം എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. നടി മമത മോഹൻദാസ് അടക്കമുള്ളവരുടെ പേരുകൾ അവതാരക സ്ഥാനത്തേക്ക് ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സീസൺ 7ൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ബിഗ് ബോസിന്റെ അവതാരകനെ കുറിച്ചുമുള്ള ചോദ്യത്തിനും റോബിൻ മറുപടി നൽകുന്നുണ്ട്. ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാൽ പോലും താൻ പോകില്ലെന്നും മാത്രമല്ല തനിക്ക് ഷോ ആങ്കർ ചെയ്യാൻ താല്പര്യവുമില്ല, താൻ അതിന് നിൽക്കത്തുമില്ല എന്നാണ് റോബിൻ പറയുന്നത്. ബിഗ് ബോസിന്റെ ഒരു സീസൺ റോബിൻ ആങ്കർ ചെയ്യുമോ എന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് റോബിൻ പ്രതികരിച്ചത്. ബിഗ് ബോസ് ഷോ അവതാരകനായി പോകാൻ തനിക്ക് ഇഷ്ടമല്ല. ബിഗ് ബോസ് കൊണ്ട് താൻ ആഗ്രഹിച്ചിരുന്ന കാര്യം പ്രശസ്തിയാണ്, അതിന്റെ 100 മടങ്ങ് കിട്ടി. ഈ ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നും തന്റെ ബിഗ് ബോസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞുവെന്നും അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയെന്നും റോബിൻ പറയുന്നുണ്ട്. ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അവതാരകരായി യോഗ്യർ ഒന്ന് മോഹൻലാലും മറ്റൊന്ന് മമ്മൂട്ടിയുമാണെന്നും എന്നാൽ മമ്മൂട്ടി അവതാരകനായി നിൽക്കുമെന്ന് തോന്നുന്നില്ലെന്നും റോബിൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഷോയ്ക്ക് പ്രായം, എക്സ്പീരിയൻസ് എന്നത് പ്രധാന ഘടകമാണെന്നും പൃഥ്വിരാജ് എന്ന വ്യക്തി ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കണമെന്ന ആഗ്രഹം തനിക്കുണ്ടെന്നും പൃഥ്വിരാജ് വ്യക്തിത്വമുള്ള നിലപാടുള്ള വ്യക്തിയാണ്, പക്ഷെ പുള്ളിയുടെ പ്രായം ഒരു തടസ്സമാണെന്നും ലാലേട്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ബഹുമാനം ഉണ്ടാകുമെന്നും മറിച്ച് പൃഥ്വിരാജ് ഒക്കെയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ മുതിർന്ന പ്രായമുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ കാര്യങ്ങൾ അംഗീകരിക്കാതെ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്നും റോബിൻ പറയുന്നുണ്ട്. മത്സരാർത്ഥികൾ വരുമ്പോൾ കാര്യങ്ങൾ അംഗീകരിക്കാതെ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്നും അത് ഷോയെ തന്നെ ബാധിക്കുമെന്നും റോബിൻ പറയുന്നുണ്ട്. സുരേഷ് ഗോപി ചെയ്താൽ നന്നായിരിക്കുമെന്നും റോബിൻ പറയുന്നു. വനിതാ അവതാരകയായി നിർദ്ദേശിക്കുന്നത് ആരെയാകുമെന്ന ചോദ്യത്തോടും റോബിൻ പ്രതികരിക്കുന്നുണ്ട്. വനിതാ അവതാരകയായി ആരെയും പറയാനാകില്ല. ഹിന്ദിയിലാണെങ്കിൽ സൽമാൻ ഖാൻ, തമിഴിൽ കമൽഹാസൻ, ഇത്തരത്തിൽ വലിയ താരങ്ങളാണ് അവതാരകർ. അത് റെസ്പെക്ട് നിലനിർത്തി പോകാനാണെന്നും റോബിൻ പറയുന്നുണ്ട്. മമത മോഹൻദാസ് അവതാരയാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ താൻ ശ്രദ്ധിച്ചില്ല എന്നും അവതാരക എന്ന നിലയിൽ അവർ അടിപൊളിയായിരിക്കും, പക്ഷെ ബിഗ് ബോസ് അവതാരക എന്ന് പറയുമ്പോൾ നല്ല കമാൻഡിംഗ് പവർ വേണമെന്നും റോബിൻ വ്യക്തമാക്കി. ബിഗ് ബോസ് ഷോയ്ക്ക് റീച്ച് വേണം, TRP വേണം, എന്നാലേ ഷോയ്ക്ക് ഗുണമുള്ളൂ. എന്നാൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് വെച്ച് TRP കൊടുക്കുന്ന അതേ വാല്യൂ മത്സരാർത്ഥികളുടെ ജീവിതത്തിനും കൊടുക്കണമെന്നാണ് അടുത്ത സീസണിൽ വരുത്തേണ്ട മാറ്റം എന്താണ് എന്ന ചോദ്യത്തിന് റോബിൻ പറയുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മത്സരാർത്ഥികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും സൈബർ ബുള്ളിയിങ്ങിന് കാരണമാകുമെന്നും സൈബർ അധിക്ഷേപം നേരിട്ടവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ എന്നും ബിഗ് ബോസിൽ മത്സരിച്ച മിക്ക മത്സരാർത്ഥികൾക്കും സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TRPക്കൊപ്പം ജനങ്ങളുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നും റോബിൻ കൂട്ടിച്ചേർത്തു. അതേസമയം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുമ്പോൾ ആരാകും അവതാരകരായി എത്തുകയെന്നും മോഹൻലാൽ തന്നെ ആകുമോ അടുത്ത തവണയെന്നും ഒക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ബിഗ് ബോസ് എന്ന ഷോയുടെ അവതാരകനായി മോഹൻലാൽ തന്നെ മതിയെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.